വെൽക്കം ടു അവർ ചാനൽ. കഴിഞ്ഞ വർഷം നമ്മളുടെ ഗാർഡനിൽ ആഫ്രിക്കൻ മല്ലി നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ വന്നപ്പോൾ അതെല്ലാം നശിച്ചു പോയി. ഇപ്പോൾ മഴയൊക്കെ മാറിയപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു തൈകളും മുളച്ച് വരുന്നുണ്ട്. കുറച്ച് തൈകൾ കുറച്ച് ദിവസം മുമ്പേ തന്നെ ഞാൻ മാറ്റി ഗ്രോ ബാഗിലേക്കും കണ്ടെയ്നറിലേക്കൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും കുറച്ച് തൈകൾ കൂടെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനെ മാറ്റി നടുന്നൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ നടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ചാക്കിൻ്റെ അടിവശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട് 2 ഇഷ്ടിക കഷ്ണം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കരിയിലിട്ട് കൊടുക്കുക. ഈ മല്ലി ചീര ഇതിനെല്ലാം വളരെ കുറച്ച് മാത്രം മണ്ണ് മതി. അപ്പോൾ നിറയെ കരിയിലിട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് മാത്രം മണ്ണിടണുള്ളൂ. ഇനി ഇതിലേക്ക് പറിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചീര ഇതുപോലെയുള്ള ആഫ്രിക്കൻ മല്ലിയെല്ലാം എല്ലാ പ്രാവശ്യം നടേണ്ട കാര്യമില്ല. ഓരോ പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തൈകൾ മുളച്ച് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്. വെൽക്കം ടു അവർ ചാനൽ. കഴിഞ്ഞ വർഷം നമ്മളുടെ ഗാർഡനിൽ ആഫ്രിക്കൻ മല്ലി നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ വന്നപ്പോൾ അതെല്ലാം നശിച്ചു പോയി. ഇപ്പോൾ മഴയൊക്കെ മാറിയപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു തൈകളും മുളച്ച് വരുന്നുണ്ട്. കുറച്ച് തൈകൾ കുറച്ച് ദിവസം മുമ്പേ തന്നെ ഞാൻ മാറ്റി ഗ്രോ ബാഗിലേക്കും കണ്ടെയ്നറിലേക്കൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും കുറച്ച് തൈകൾ കൂടെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനെ മാറ്റി നടുന്നൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ നടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ചാക്കിൻ്റെ അടിവശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട് 2 ഇഷ്ടിക കഷ്ണം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കരിയിലിട്ട് കൊടുക്കുക. ഈ മല്ലി ചീര ഇതിനെല്ലാം വളരെ കുറച്ച് മാത്രം മണ്ണ് മതി. അപ്പോൾ നിറയെ കരിയിലിട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് മാത്രം മണ്ണിടണുള്ളൂ. ഇനി ഇതിലേക്ക് പറിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ചീര ഇതുപോലെയുള്ള ആഫ്രിക്കൻ മല്ലിയെല്ലാം എല്ലാ പ്രാവശ്യം നടേണ്ട കാര്യമില്ല. ഓരോ പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തൈകൾ മുളച്ച് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.